സോണിയുടെയും കനോണിൻ്റെയും രണ്ട് വ്ളോഗിങ് ക്യാമറകളാണ്. ഒന്ന് ZV-E10 എന്ന് പറയുന്ന ഈ ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ കനോണിൻ്റെ R50V എന്ന് പറഞ്ഞ ഈ ക്യാമറയും തമ്മിൽ രാപകൽ വ്യത്യാസമുള്ള ഈ രണ്ട് ക്യാമറകളുടെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പിക്ചറിൽ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിക്ചറൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ R50V ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇമേജ് ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും തരുന്ന ഇതിൽ 6K റെക്കോർഡിംഗ് ഉണ്ട്. ആൻഡ് 4K അടിപൊളി നല്ല 4K ആണ്. 120p നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി 4K ആണ്. ആക്ച്വലി 120 അല്ല 60 HD ആണ് നമുക്ക് 120ൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ നല്ല ഔട്ട് തരുന്ന ഒരു ക്യാമറയാണ്. അത്യാവശ്യം എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഔട്ട് ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് ZV-E10 ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ്. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് അത്യാവശ്യം നല്ല ഔട്ട് ഓഫ് ഫോക്കസ്, നല്ല ഫോക്കസ്, ഐ ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് അത്ര കിട്ടുന്നില്ലെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് വെർഷൻ ZV-E10 അതിന് കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക ഔട്ട് ഓഫ് ഫോക്കസ്, ഐ ഡിറ്റക്ഷനൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സോണി ഫാനാണ്. ബട്ട് ടു ബി ഫ്രാങ്ക് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് കനോണിൻ്റെ ഈ ഒരു ക്യാമറ ആയിരിക്കും. കാരണം വ്ളോഗിങ് പർപ്പസാണ് മെയിൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ക്യാമറ തരുന്നൊരു ഔട്ട്, ഒരു ഭീകരമായ ഔട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം, ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. ഈ ഭാഗത്തായിട്ട് ഒരു റെക്കോർഡ് ബട്ടണുണ്ട്. നമ്മൾ എപ്പോഴും ഒരു വ്ളോഗ് എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഈ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും വ്ളോഗ് എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇവിടെയാണ് സ്വിച്ചെങ്കിൽ, നമ്മുടെ റെക്കോർഡ് ബട്ടൺ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചൊക്കെ എടുക്കുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ റെക്കോർഡ് ബട്ടൺ ചെക്കാം. സോ ഇത് ഒരു നല്ലൊരു ഫീച്ചറാണ് ഇതിനെ സംബന്ധിച്ച്. അതായത് ഒരു APS-C സെൻസർ ക്യാമറയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഇൻബിൽട്ടായിട്ട് അതിൻ്റെ കൂടെ വരുന്നത് 1430 ലെൻസാണ്. സോ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിന് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ZV-E10 കിട്ടുന്നത് 1650, അത്ര ക്വാളിറ്റി ഉള്ള ലെൻസ് ഒന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. 3.5 to 5.6 ആണ് ഓപ്പണിംഗ് വരുന്നത് അതിന്. ഇത് വരുന്നതും അതേ റേഞ്ച് തന്നെയാണ്. 3.5-നാണ് ഓപ്പണിംഗ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ, രണ്ടിൻ്റെ ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് ഡിസ്പ്ലേ നോക്കുക. കമ്പാരിസൺ നടത്തുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് ഒരു ലിറ്റിൽ ബിറ്റ് കൂടുതലാണ്, ചെറിയൊരു സൈസ് ബേസ് കൂടുതലാണ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം ഈക്വൽ വെയിറ്റ് ആണ്. പക്ഷേ സോണിയെ സംബന്ധിച്ച് ലെൻസ് വരുമ്പോഴേക്കും നിങ്ങളൊരു ലെൻസ് എടുത്ത് നമ്മുടെ ക്യാമിലോട്ട് ഇടുമ്പോഴേക്കും G-Master സെക്കൻഡ് അല്ല, നമ്മുടെ G-Master പഴയ ലെൻസ് അല്ലെന്നുണ്ടെങ്കിൽ CS-ൻ്റെ ഒക്കെ ലെൻസ് വരുമ്പോഴത്തേക്ക് വെയിറ്റ് ഫീൽ ചെയ്യും ഈ ഒരു ക്യാമിന്. പക്ഷേ ഇതിന് അങ്ങനല്ല. ഇതിന് പഴയ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പുതിയ ലെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ ലെൻസ് നമ്മൾ ഇട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിയാണ്. പിന്നെ ഒരു വ്ളോഗർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു വൈഡ് ലെൻസ് ആയിരിക്കും അല്ലേ. സോ ഞാൻ ഈ ഒരു പർപ്പസിന് R50V for വ്ളോഗേഴ്സ്, അപ്പോൾ ഈ R50V ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്യാമറകളിലൊന്നാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ടിരുന്ന ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് അത് ഏതാണെന്ന് മെൻഷൻ ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങളത് മെൻഷൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവാം ഒരു ക്യാമറയെ സംബന്ധിച്ച്. ക്യാമറ യൂസ് ചെയ്യാത്തൊരു പ്രൊഫഷണൽ അല്ലാത്ത അല്ലെങ്കിൽ ഒരു ബിഗിനറായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഡൗട്ട്സൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.